ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ പ്രദേശത്തെ ലക്ഷ്യമാക്കി വന്നെന്നും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പ്രധാനമന്ത്രിയോട് ചോദിച്ചിട്ട് പ്രധാനമന്ത്രി വളരെ സമയമെടുത്തു കഴിഞ്ഞാണ് ഒരു ഉത്തരം കൊടുത്തതെന്നും ഒക്കെ നമ്മുടെ ഈ നരവനെ എന്ന് പറഞ്ഞ അന്നത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നങ്ങാണ്ടുള്ള ആ പുസ്തകത്തിൽ എഴുതിയെന്നും അപ്പോൾ അത് പാർലമെൻറ്റിലെടുത്ത് കാണിച്ചിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വളരെയധികം ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായിരിക്കുമെന്ന് ഞാൻ തന്നെ ഒന്ന് എൻ്റെ കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നരവനെ എന്ന് പറയുന്ന ആൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് ഒരു ആക്രമണം വന്നാൽ എന്ത് സ്ട്രാറ്റജി എടുക്കണം, ആരെയൊക്കെ ഡിപ്ലോയ് ചെയ്യണം, എന്നിട്ട് ഗവൺമെൻറ്റിന് അഡ്വൈസ് ചെയ്യണം. അല്ലാതെ ഗവൺമെൻറ് നരവണയ്ക്ക് പറഞ്ഞു കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. സർക്കാരിനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കുറച്ച് നാൾ എനിക്കുണ്ടായിരുന്നു. അതായത് കൊറോണ വന്നപ്പോൾ അതിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ ചികിത്സയുടെ ചെയർപേഴ്സൺ ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിനെ അഡ്വൈസ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ കൊറോണ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കും. അതേസമയം ഒരു VIP പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സർക്കാരിനോട് ചോദിക്കും. കാരണം VIP പേഷ്യൻ്റ് ആകുമ്പോൾ ചികിത്സ കൂടാതെ വേറെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രസ്സുകാർ വരും, അല്ലെങ്കിൽ പല ആൾക്കാർ അതിനെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സർക്കാരിനോട് ചോദിക്കും. അപ്പോൾ സർക്കാർ സാധാരണ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഈസ് നെസസറി ചെയ്തോളൂ, എന്താണ് ഉത്തമമെന്ന് തോന്നുന്നു അത് ചെയ്തോളൂ എന്നൊരു അഡ്വൈസായിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻ്റ് വെച്ച് ഞാൻ ഇത് നോക്കുമ്പോൾ ശ്രീമാൻ നരവണ നോർമലി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ടാങ്ക് ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊരു പ്രോട്ടോക്കോൾ സൈന്യത്തിനുണ്ട്. അപ്പോൾ അത് സർക്കാരിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചൈനയുടെ ടാങ്ക് വരുമ്പോൾ ഇത് ചിലപ്പോൾ ഇൻ്റർനാഷണലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് വെച്ചിട്ട് സർക്കാരിൻ്റെ അഡ്വൈസ് ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അങ്ങനെ അഡ്വൈസ് ചോദിച്ചാൽ ഉടനെ പറഞ്ഞു കൊടുക്കാൻ സർക്കാരിന് പറ്റില്ല. കാരണം ഒരു ചൈന അല്ലെങ്കിൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപഴകലാകുമ്പോൾ ഒരുപാട് റിപ്പർക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് ആലോചിച്ചിട്ടേ മറുപടി പറയാൻ നോക്കും. സമയമെടുക്കും. അവസാനം ഈ സമയമൊക്കെ എടുത്തു കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന ഉത്തരം വാട്ട് എവർ ഈസ് അപ്രോപ്രിയേറ്റ് യു ഡു എന്നാണ്. അതിൻ്റെ അർത്ഥം ചൈന എന്നുള്ള ഒരു കണക്ക് വേണ്ട, ഏതോ ഒരു രാജ്യത്തിൻ്റെ ടാങ്കാണോ വരുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യുക അത് ചെയ്തോളൂ എന്നാണ്. അതായത് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു. പിന്നെ നരവണയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഒരു ഏതാണ്ട് വലിയ ഫോൾട്ടാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു അനുകൂലമായ ഒരു തോന്നലില്ല. കാരണം അങ്ങനെയാണ് എല്ലാ സർക്കാരും ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു ടാങ്ക് ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് സൈന്യത്തിന് ഡെഫിനറ്റ്ലി പ്രോട്ടോക്കോൾ ഉണ്ടാവും. അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഡു വാട്ട് എവർ ഈസ് അപ്രോപ്രിയേറ്റ് എന്നൊരു സർക്കാർ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം ചൈനയെ പ്രകോപിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് പ്രോട്ടോക്കോൾ ലംഘിച്ച് ടാങ്ക് വന്നാലും നിങ്ങൾ പിന്മാറൂ എന്നാണെങ്കിൽ അത് സർക്കാരിൽ നിന്ന് വരേണ്ട ഒരു നിർദ്ദേശമാണ്. പക്ഷേ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. വാട്ട് എവർ ഈസ് അപ്രോപ്രിയേറ്റ് യു ഡു എന്നാണ്. ശ്രീ നരവണയുടെ പല ഇൻ്റർവ്യൂകൾ ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ രാജ്യത്തിന് 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എല്ലാ ഇൻ്റർവ്യൂവിലും പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം സർക്കാരിനോട് ഒരു നിർദ്ദേശം ചോദിച്ചു, നിർദ്ദേശം സമയത്തിന് കിട്ടിയില്ല, പക്ഷേ പുള്ളി കറക്റ്റായിട്ട് ഇൻ്റർവ്യൂൻ ചെയ്തു. സോ മച്ച് സോ ഇന്ത്യക്ക് 1 ഇഞ്ച് ഭൂമിയും നഷ്ടപ്പെട്ടില്ല. അത് നമ്മുടെ സാധാരണ എല്ലാ പട്ടാളക്കാരും പറയാറുള്ള ഒരു ബഡായി ആയിട്ടാണ് എനിക്കും തോന്നുന്നത്. ഞാനായിട്ട് എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് എല്ലാ പട്ടാളക്കാരും പറയാറുള്ളതാണ്. അത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ രണ്ടാമത് ഇപ്പോൾ പറയുന്നത്, ഇദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് 1.5 വർഷമായി അതിൻ്റെ ഒരു പെർമിഷൻ കിട്ടിയില്ല എന്ന്. നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ബുക്ക് എഴുതാനാണെങ്കിൽ സർക്കാരിൻ്റെ പെർമിഷൻ വേണമെന്നാണ് നിയമം. ഞാനൊരു ബുക്ക് എഴുതിയത് ആക്ച്വലി കംപ്ലീറ്റ് മെഡിക്കൽ ബുക്കാണ്. മെഡിക്കൽ സ്റ്റുഡൻസിന് മാത്രം പഠിക്കാനുള്ളതാണ്. യാതൊരു രാഷ്ട്രീയവും ഇതിനകത്തുള്ളതല്ല. എന്നിട്ട് പോലും കേരള സർക്കാർ അതിന് ഒരു അനുമതി തരാനായിട്ട് ഏതാണ്ട് 6 മാസം എടുത്തു. അപ്പോൾ ഇതൊരു സർക്കാരിൻ്റെ ഒരു പ്രൊസീജിയറാണ്. പിന്നെ ഡിഫൻസിനെയൊക്കെ സംബന്ധിച്ചാകുമ്പോൾ അവർക്ക് ഒരുപാട് പഠിക്കാൻ കാണും. അപ്പോൾ അത് 6 മാസത്തിൽ ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ അതാണ് ആ ഒരു ഡിലേ വന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പുസ്തകത്തിനെയും കൂടെ ഒരു അഡ്വർടൈസ് ചെയ്തോട്ടെ. ഈ പുസ്തകം ഇപ്പോൾ ഏതാണ്ട് ഒരു 1,00,000 മുകളിൽ കോപ്പി ചെയ്ത് വിറ്റിട്ടുണ്ട്. എൻ്റെ മെഡിക്കൽ സ്റ്റുഡൻസിനെല്ലാം വളരെ നന്ദി ഈ ബുക്കിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്ത്.
താങ്ക് യു. ആർമി ചീഫ് ഒരു പുസ്തകം എഴുതുമ്പോൾ സർക്കാരിന് വേറെ പല കാര്യങ്ങളും നോക്കേണ്ടി വരും. അതായത് രാജ്യത്ത് സുരക്ഷയെ അപകടത്തിലാക്കുന്ന എന്തെങ്കിലും ആ ബുക്കിലുണ്ടോ, അപ്പോൾ അത് വായിച്ച് നോക്കി പതുക്കെ പെർമിഷൻ കിട്ടുള്ളൂ. അതങ്ങനെ തന്നെയാണ്. ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ശ്രീ നരവണ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ 100% അഭിപ്രായം. കാരണം അന്ന് ചെയ്തതിലെല്ലാം സർക്കാരെന്ന് പറയുന്നതിൻ്റെ പാർട്ടാണ് ഈ നരവണ എന്ന് പറയുന്ന ആൾ. ഉദാഹരണമായിട്ട് കോവിഡിന് ഞാൻ ചെയർപേഴ്സണായിരുന്നു. അതിൻ്റെ അർത്ഥം അന്നിപ്പോൾ കൊറോണയെ പറ്റി നമുക്ക് പലതും അറിഞ്ഞുകൂടായിരുന്നു, പല മണ്ടത്തനങ്ങളും ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം ഞാനത് പറയാൻ പാടുണ്ടോ? എന്തുകൊണ്ട് പറയാൻ പാടില്ല? കാരണം അന്ന് ചെയ്തതിൻ്റെ എല്ലാം സർക്കാരിനെ അഡ്വൈസ് ചെയ്തത് ഞാനല്ലേ. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗമാണ് ഞാൻ. അല്ലാതെ സർക്കാർ വേറെ ഏതാണ്ട് ഞാൻ വേറെ ഏതാണ്ട് അങ്ങനെ അല്ല. അത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴാണ് സർക്കാർ വേറെ ആരാണ്ട് ഞങ്ങൾ ഇന്ത്യക്കാർ. അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളാണ്. അവർക്ക് അഡ്വൈസിന് വേണ്ടി നമ്മളെ ചിലരെ എക്സ്പേർട്സിനെ അവർ വിളിക്കുന്നു. അത് നമ്മൾ അഡ്വൈസ് കൊടുക്കുമ്പോൾ നമ്മൾ സർക്കാരിൻ്റെ പാർട്ടാകുന്നു. പിന്നെ അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ജോലി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോഴേ പറഞ്ഞിട്ട് പോരേണ്ടതാണ്. അല്ലാതെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് റിട്ടയർ ചെയ്തിട്ട് പറയുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. എന്നോട് പലരും കൊറോണയെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ഇത് ചെയ്തുകൂടായിരുന്നു, അത് ചെയ്ത അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല. കാരണം ഞാൻ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു ആ സമയത്ത്. ഈ അവസരത്തിൽ ചൈന നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് പ്രസിഡൻ്റിനൊരു മെസ്സേജ് അയച്ചിരുന്നു. അതായത് ആനയും ഡ്രാഗണും ഒരുമിച്ച് മുന്നേറുക. ടു ദാറ്റ് മീനിങ് സംതിങ്. ചൈനയും നമ്മളുമായിട്ട് അടുക്കാനുള്ള ഒരു ചെറിയ ഒരു കച്ചിത്തുരുമ്പാണ് നമ്മൾ ഉപയോഗിക്കണം. കാരണം ചൈന അങ്ങനെ ഇങ്ങനെയൊന്നും ഇമാതിരി പറയുന്ന പാർട്ടിയല്ല, അളന്ന് മുറിച്ച് മാത്രം പറയുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വിട്ട് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വീണ് കിട്ടിയപ്പോൾ നമ്മളത് ഉപയോഗിച്ച് അതിന് പിടിച്ചു കയറി സൗഹൃദം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ അതിൻ്റെ സാധ്യത നമ്മുടെ പ്രതിപക്ഷ നേതാവ് കംപ്ലീറ്റ് ഇല്ലാതാക്കി. കാരണം ചൈന നമ്മളെ ഇങ്ങനെയെല്ലാം ഉപദ്രവിച്ചു, അവിടെയെല്ലാം കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് അതിനെ ഒരു കൺഫ്യൂഷനാക്കി വെച്ചു. ആ സമയത്ത് അത് ചെയ്യരുതായിരുന്നു. ഈ നമ്മുടെ നരവണയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെഡായിയാണ്. അപ്പോൾ അദ്ദേഹം എഴുതുന്നതെല്ലാം കഥകൾ മാത്രമാണ്. ഇനി അദ്ദേഹം കഥകൾ മാത്രമേ എഴുതുള്ളൂ എന്ന് ഇപ്പോൾ പറഞ്ഞു. അത് പുതിയൊരു കഥാപുസ്തകം ഇപ്പോൾ റിലീസ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി കഥ മാത്രമേ എഴുതുന്നുള്ളൂ എന്ന്. നേരത്തെ എഴുതിയതും കഥയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ.